പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് നിലനിൽപ്പിലാക്കുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ ദുരാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുവൻ ഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന തെങ്ങപ്പുരയ്ക്കൽ ജോസഫിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിര്യാതരായ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ്യതയോടൊരു ദിവ്യബലി സമർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെയും നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തി
ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ മറിയത്തോടും എല്ലാ മാലാഖമാരോടും ശിശുദ്ധരോടും സഹോദരങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവായ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവന് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി. അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. കർത്താവിൻ്റെ വചനം. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. സമ്പദ് സമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. അവ എൻ്റെ നാവിന് തേനേക്കാൾ മധുരമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി. അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. അങ്ങയുടെ പ്രമാണങ്ങളോടുള്ള അഭിവാഞ്ച നിമിത്തം ഞാൻ വായ തുറന്ന് കിതയ്ക്കുന്നു. കർത്താവേ,
അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടി. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. യേശു ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. കർത്താവിൻ്റെ സുവിശേഷം. ദേവാലയ ശുദ്ധീകരണം എല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ പല ആക്രമണങ്ങളും നേരിട്ടൊരു ദേവാലയമായിരുന്നു. പല വിജാതീയരും അത് കൈവശമാക്കിയിരുന്നു. അതുകൊണ്ട് മിശിഹ വരുമ്പോൾ ദേവാലയം ശുദ്ധീകരിക്കും എന്ന ഒരു അറിവ് പ്രത്യേകിച്ച് യഹൂദ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. ദേവാലയം ശുദ്ധീകരിക്കുന്നവനായിരിക്കും യഥാർത്ഥ മിശിഹ. ഈ സംഭവത്തിലൂടെ യേശുനാഥൻ ഒരു പരിധിവരെ ഞാൻ വരാനിരിക്കുന്ന രക്ഷകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായിട്ട് ദേവാലയത്തിനോ അല്ലെങ്കിൽ ദേവാലയത്തിലെ അനുഷ്ഠാനങ്ങൾക്കോ എതിരായിട്ടല്ല, ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയതിനെതിരായിട്ടാണ് യേശു പ്രതികരിച്ചത്. ആരാധനയുടെ മറവിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് മനുഷ്യനതിനെ വിനിയോഗിക്കുന്നു. ആരാധന, ദൈവത്തിന് ആരാധന കൊടുക്കേണ്ടത് ദൈവത്തിനോടുള്ള നന്ദിയും കടപ്പാടുമാണ്. അതൊരു കച്ചവടമല്ല. ഞാൻ ധ്യാനം കൂടുന്നതും ഞാൻ പള്ളിയിലേക്ക് വരുന്നതും ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതും വേദപാഠം പഠിക്കുന്നതും ദൈവവചനം ശ്രവിക്കുന്നതും അതുകൊണ്ട് ദൈവത്തിൽ നിന്നും എനിക്കെന്തെങ്കിലും കിട്ടും, ഞാൻ ഇത്രയും കൊടുത്താൽ അവിടുന്ന് ഇത്രത്തോളം എനിക്ക് തരും എന്നതിനല്ല. അതിലുപരിയായിട്ട് ദൈവത്തെ കൂടുതൽ അടുത്തറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. ആ ദൈവിക പാതയിൽ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും.
മൂന്നാമതായിട്ട് വ്യർത്ഥമായ ആരാധനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. ഇസ്രായേൽ പ്രവാചകൻ പറയും, വ്യർത്ഥമായ കാഴ്ചകൾ ഇനി അർപ്പിക്കരുത്. ധൂപം എനിക്ക് ഒരു മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസ്യയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ സമ്മേളനങ്ങളും എനിക്ക് സഹിക്കുവാനാകുന്നില്ല. കാരണം ആത്മാർത്ഥതയില്ലാത്ത സാപത്ത് കൂട്ടായ്മകളായിരുന്നു. അതിനെതിരായിട്ടാണ് ഇസ്രായേൽ പ്രവാചകൻ പ്രവചിക്കുന്നത്. അതുതന്നെയാണ് ഈശോ പറയുന്നത്. ആരാധനാലയം പ്രാർത്ഥനയുടെ കേന്ദ്രമായിരിക്കണം. പ്രാർത്ഥന എന്നത് ഞാനും എൻ്റെ പിതാവും ഒന്നാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നൊരു തിരിച്ചറിവാണ് പ്രാർത്ഥന. അത് ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾക്ക് അനുഭവവേദ്യമാകണം. ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകളായ ഞാൻ ആ ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കുവാൻ, ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ സഹോദരി സഹോദരനിൽ ആ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിനെ ദർശിക്കുവാൻ സാധിക്കുമെങ്കിൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അനുഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ഹൃദയം ഒരു ദേവാലയമാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ നമുക്ക് സാധിക്കണം. ദേവാലയത്തിൽ വരുന്നവർ ഇവിടെ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തെ ഒരു ദേവാലയമാക്കിക്കൊണ്ട് ഈ ദേവാലയത്തിൽ പുറത്തു പോവുകയും സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായിട്ട് നമ്മൾ മാറുകയും ചെയ്യുമ്പോഴാണ് ഈ ആരാധനയ്ക്ക് ഒരു അർത്ഥമുണ്ടാകുന്നത്. ആ ദേവാലയങ്ങളാകുവാൻ വിശുദ്ധ പൗലോസ് പറയും, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. ആ ദേവാലയങ്ങളാണെന്ന ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ദിവ്യയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയുമ്പോൾ മറ്റുള്ളവർ ദർശിക്കണം, നമ്മളും സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിയും മഹിമയ്ക്കും നമ്മുടെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി
നീതിമാനാകട്ടെ. കർത്താവേ, അങ്ങേ മഹിമപ്രാഭവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്യങ്ങൾ ഭക്താദരത്തിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരികയും നിത്യാനന്ദത്തിന്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടി ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങേ പ്രിയപത്രം വഴി അങ്ങ് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യാഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഓരോ ഹൃദയത്തോടെ വാഴ്ത്തുകയും ചെയ്തു. അതിനാൽ ഞങ്ങൾ സകല മാലാഖമാരോടുകൂടി ആഹ്ലാദ പുരസ്സരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കും. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയിലങ്ങി ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവർ ഒറ്റക്കൊടുക്കപ്പെട്ട് സമരസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിനെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. അവിടുത്തെ മരണവും ഉയർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാകുന്നത് തന്നെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ.
ഈ ലോകത്ത് ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസ മിൽട്ടൺ ഡിസൂസ, ഐറിൻ ഡിസൂസ, ജോസ് മാർട്ടിൻ ഓജയൻ, ട്രീസ ജോസഫ്, ഒ പി ജോസഫ്, മാൽക്കം സിമേന്തി, സിസ്റ്റർ ട്രീന, റിജീന ജോസഫ്, വാറുണ്ണി, റോസക്കുട്ടി, റോബർട്ട് തപ്പനോടത്ത്, ഇല്ലിക്കപ്പറമ്പ് കുടുംബത്തിൽ മരിച്ചവർക്ക് കെനി സറാഫി, കെ ഡി റോസ്മൻ, ജോണി ഗോമസ്, എലിസബത്ത് ജോൺ, ഷാജൻ ആന്റണി, ജെട്രു, സേവിയ, ജോസഫ്, വലിയ പറമ്പിൽ ജോസഫ്, അതുപോലെ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മണത്തിൽ സദൃശമായ അവിടുത്തെ ഒന്നായി തീരുവരെയും അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശബന്ധത്തിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ വിശുദ്ധ ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ സാധിച്ച വിശുദ്ധരോടൊപ്പം നിന്റെ ജീവിതത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീക്കെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കരായും നിർഭയം നമുക്ക് ഏറ്റിച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവില്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കന്യയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺപാൻ അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവവിനയോടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവവിനയോടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവവിനയോടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിന്റെ കുഞ്ഞാൻ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് രോഗിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നേറ്റ് വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അറിയിപ്പുകൾ. ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം ഡിസംബർ 13 ഞായറാഴ്ച ഈ ദേവാലയത്തിൽ വെച്ച് നടത്താമെന്ന് കരുതുന്നു. ഇതിലേക്കായി ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു മീറ്റിംഗ് 22/11/2020 ഞായറാഴ്ച 9 മണിയുടെ ദിവ്യബലിക്ക് ശേഷം ഈ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതായിരിക്കും. ബന്ധപ്പെട്ടവർ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. നാളെ വൈകിട്ട് 6:30 പരേതർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും ദിവ്യബലിയും ഈ ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എളിമയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തന്റെ ഓർമ്മയ്ക്കായി രക്ഷിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിന്റെ വർധനയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.